ധനം ബിസിനസ് മീഡിയയുടെ ഇന്നത്തെ ബിസിനസ് പൾസിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് കുമാർ. ലക്ഷാധിപതി എന്നൊക്കെ പറയുന്നത് എത്ര അറുപഴഞ്ചൻ പ്രയോഗമാണ്. കോടിപതി പോലും കാലഹരണപ്പെട്ടു. 140 കോടിയോളം ജനങ്ങളുള്ള ഇന്ത്യയിൽ 1000 കോടിയിൽ കൂടുതൽ ആസ്തിയുള്ള 1539 പേരുണ്ട്. അതിൽ മുമ്പിൽ ഗൗതം അദാനിയാണ്. 11.62 ലക്ഷം കോടിയാണ് ആസ്തി. മുകേഷ് അംബാനി 2ാം സ്ഥാനത്താണിപ്പോൾ. ആസ്തി 10.15 ലക്ഷം കോടി. ഏറ്റവും സമ്പന്നനായ മലയാളി MA യൂസഫലി തന്നെ 55,000 കോടി രൂപയുടേതാണ് സ്വത്ത്. ജോയി ആലുക്കാസ് 2ാമൻ, പിന്നെ ക്രിസ് ഗോപാലകൃഷ്ണൻ. ഹുറൂൺ ഇന്ത്യയുടെ സമ്പന്ന പട്ടികയിൽ നിന്നാണ് ഈ കണക്കുകൾ. ഏറെ കൊട്ടിഘോഷിച്ച കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഇപ്പോഴത്തെ പോക്ക് എങ്ങോട്ടാണ്? കടബാധ്യത ചിറകൊടിക്കുന്ന സ്ഥിതിയായിട്ടുണ്ട്. പ്രവർത്തനം നഷ്ടത്തിൽ. കഴിഞ്ഞ സാമ്പത്തിക വർഷം 168.56 കോടി രൂപയാണ് നഷ്ടം. 6 വർഷത്തെ പ്രവർത്തനത്തിലൂടെ സഞ്ചിത നഷ്ടം പെരുകി 742.77 കോടി രൂപയായിട്ടുണ്ട്. വിദേശ വിമാന കമ്പനികളെ സർവീസ് നടത്താൻ അനുവദിക്കാത്ത സ്ഥിതി തുടർന്നാൽ സംഗതി കട്ടപ്പോകാം. ഓഹരി വിപണിയിലെ നിക്ഷേപകർക്ക് ചെറുകിട ഇടത്തരം കമ്പനികളോട് ഈയിടെയായി പ്രിയം കലശലായിട്ടുണ്ട്. ഏതായാലും ഓഹരി വിപണി നിയന്ത്രകരായ സെബി ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. നിരവധി കമ്പനികൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലതെങ്കിലും മോശം സാമ്പത്തിക സ്ഥിതിയിലൂടെ കടന്നു പോകുന്നവയാണ്. അക്കാര്യം ഓർക്കണമെന്നാണ് സെബിയുടെ ഉപദേശം. സോഷ്യൽ മീഡിയ ടിപ്സ് വെച്ച് നിക്ഷേപിക്കുന്നവർ ജാഗ്രതയിൽ. പാസ്പോർട്ടിന് അപേക്ഷിക്കാനുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമായ പാസ്പോർട്ട് സേവാ പോർട്ടൽ സെപ്റ്റംബർ 2 വരെയുള്ള അടുത്ത 5 ദിവസത്തേക്ക് പ്രവർത്തിക്കില്ല. പോർട്ടലിന്റെ അറ്റകുറ്റപ്പണികളുടെ ഭാഗമാണ് ഇത്. യൂട്യൂബിൽ പരസ്യങ്ങളില്ലാതെ വീഡിയോ കാണുന്നവർക്ക് ഇനി കണ്ണു നീറും. വ്യക്തിഗത ഫാമിലി സബ്സ്ക്രിപ്ഷൻ പ്ലാനുകളുടെ നിരക്ക് കുത്തനെ കൂട്ടിയിരിക്കുകയാണ് ഗൂഗിളിന്റെ വീഡിയോ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമായ യൂട്യൂബ്. വിദ്യാർത്ഥികൾക്ക് മനക്കെട്ടി ഇല്ലാതാവുകയാണോ? ഇന്ത്യയിൽ വിദ്യാർത്ഥികളുടെ ആത്മഹത്യാ നിരക്ക് ജനസംഖ്യാ വളർച്ചാ നിരക്കിനെ കടത്തിവെട്ടിയിരിക്കുന്നു. പൊതുവായ ആത്മഹത്യാ പ്രവണതകളെയും മറികടന്നിരിക്കുന്നു. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ അടിസ്ഥാനമാക്കിയാണ് പുതിയ റിപ്പോർട്ട്. തമിഴ്നാട്, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലാണ് കുട്ടി ആത്മഹത്യ കൂടുതൽ. ഒരു ഓഹരി കൈവശമുള്ളവർക്ക് ഒരു ബോണസ് ഓഹരി നൽകാനുള്ള പുറപ്പാടിലാണ് റിലയൻസ് ഇൻഡസ്ട്രീസ്. അടുത്ത മാസം 5-ന് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. ഒപ്പം പുതിയ പദ്ധതികളും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ വാർത്തയുടെ ആവേശ കുതിപ്പിലായിരുന്നു ഇന്ന് ഓഹരി വിപണി. സ്വർണ്ണവില ഇന്ന് മാറ്റമില്ലാതെ ഗ്രാമിന് 6715 രൂപയിൽ തുടരുന്നു. വെള്ളി ഗ്രാമിന് 93 നിന്ന് 92 രൂപയിലേക്ക് താഴ്ന്നു. ബിസിനസ് വാർത്തകൾ വിശദമായി അറിയാൻ ധനം online.com.